നമസ്കാരം. ജനം ടിവിയും ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാഞ്ചജന്യം ഭാരതവും സംയുക്തമായി അവതരിപ്പിക്കുന്ന ശ്രീരാമ സാഗരത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ലങ്കയുടെ ആകാശം യുദ്ധത്തിന്റെ മേഘങ്ങളാൽ മൂടപ്പെട്ട നിമിഷം. പ്രഗത്ഭരായ സേനാനായകർ വീണുകിടക്കുമ്പോൾ അവസാന പ്രതീക്ഷയായി രാവണൻ സ്വയം യുദ്ധഭൂമിയിലേക്ക് പുറപ്പെടുന്നു. രത്നങ്ങൾ പതിച്ച രഥത്തിൽ അഹങ്കാരവും അപാരമായ വീര്യവും ചേർത്ത് ശംഖനാദങ്ങൾക്കും യുദ്ധമുരളികൾക്കും നടുവിലൂടെ രാവണൻ കുതിക്കുന്നു. തന്റെ ശക്തിയിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്നെങ്കിലും ധർമ്മത്തിനെതിരായ അധർമ്മത്തിന്റെ അവസാന പോരാട്ടത്തിലേക്കായിരുന്നു ആ യാത്ര. യുദ്ധകാണ്ഡത്തിലെ ഈ രംഗം രാവണന്റെ വീരത്തെയും അതോടൊപ്പം അവന്റെ പതനത്തിന്റെ അനിവാര്യതയെയും ഒരുപോലെ അടയാളപ്പെടുത്തുന്ന നിർണായക മുഹൂർത്തമാണ്. ശ്രീമദ് അധ്യാത്മരാമായണം രാവണന്റെ പുറപ്പാട് പാരായണം ചെയ്യുന്നത് സിന്ധുജി. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ആരെയും പോരിനയക്കുന്നതില്ലിനി നേരെ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ. നമ്മോടുകൂടെയുള്ളോർകൾ പോന്നിടുക നമ്മുടെ തേരും വരുത്തുകെന്നാൻ അവൻ വെൺമതി പോലെ കുടയും പിടിപ്പിച്ചു പൊന്മയമായൊരു തേരിൽ കരേറിനാൻ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തഴകളും മുത്തുക്കുടകളും 1000 വാജികളെ കൊണ്ടു പൂട്ടിയ വായു വേഗം പൂണ്ട തേരിൽ കരയേറി. മേരുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങളാദിയാമാഭരണങ്ങളും 10 മുഖവും 20 കൈകളും ഹസ്തങ്ങളിൽ ചാപബാണായുധങ്ങളും. നീലാദ്രി പോലെ നിശാചരനായകൻ കോലാഹലത്തോടുകൂടെ പുറപ്പെട്ടാൻ. ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാരന്നേരം. മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കിത്തിരക്കി വടക്കു ഭാഗത്തുള്ള മുഖ്യമാം ഗോപുരത്തൂടെ തെരുതരേ. വിക്രമമേറിയ നക്തഞ്ചരന്മാരെയൊക്കെ പുരോഭുവി കണ്ടു രഘുവരൻ മന്ദസ്മിതം ചെയ്തു നേത്രാന്ത സംജയാം. മന്ദം വിഭീഷണൻ തന്നോടരുൾ ചെയ്തു, നല്ല വീരന്മാർ വരുന്നതു കാണടോ, ചൊല്ലേണമെന്നോടിവരെ യഥാഗുണം എന്നതു കേട്ടു വിഭീഷണൻ രാഘവൻ തന്നോടു മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ബാണചാപത്തൊടു ബാലാർക്ക കാന്തി പൂണ്ടാന കഴുത്തിൽ വരുന്നതകമ്പനൻ സിംഹധ്വജം പൂണ്ട തേരിൽ കരയേറി. സിംഹപരാക്രമൻ ബാണചാപത്തൊടും വന്നവൻ ഇന്ദ്രജിത്താകിയ രാവണനന്ദനൻ നമ്മെ മുന്നം ജയിച്ചാനവൻ. ആയോധനത്തിനു ബാണചാപങ്ങൾ പൂണ്ട് ആയതമായൊരു തേരിൽ കരയേറി. കായം വളർന്നു വിഭൂഷണം പൂണ്ടതികായൻ വരുന്നതു രാവണൻ തന്മകൻ. പൊന്നണിഞ്ഞാന കഴുത്തിൽ വരുന്നവനുന്നതനേറ്റം മഹോദരൻ മന്നവ. വാജിമേലേറി പരിഘം തിരിപ്പവനാജി ശൂരേന്ദ്രൻ വിശാലൻ നരാന്തകൻ. വെള്ളരുതിൻ മുകളേറി ത്രിശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ ത്രിശിരസല്ലോ. രാവണൻ തന്മകൻ മറ്റേതിനങ്ങേതു ദേവാന്തകൻ തേരിൽ വന്നതു മന്നവാ. കുംഭകർണാത്മജൻ കുംഭൻ അങ്ങേതവൻ തമ്പി നികുംബൻ പരിഘായുധനല്ലോ.
ദേവകുലാന്തകനാകിയ രാവണനേവരോടും നമ്മെ വെൽവാൻ പുറപ്പെട്ടു. ഇത്തം വിഭീഷണൻ ചൊന്നതു കേട്ടതിനുത്തരം രാഘവൻ താനും അരുൾ ചെയ്തു. യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവനിന്നു ഞാൻ എന്നരുളി ചെയ്തു നിന്നരുളും നേരം വന്ന പടയോട് ചൊന്നാൻ ദശാസ്യനും. എല്ലാവരും നാം ഒഴിച്ചു പോന്നാൽ അവർ ചെല്ലും അകത്തു കടന്നൊരു ഭാഗമേ പാർത്തു. ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊള്ളുവിൻ നിങ്ങൾ ചെന്നു ലങ്കാപുരം. യുദ്ധത്തിനിന്നു ഞാൻ പോരും ഇവരോട് ശക്തിയില്ലായകയുമില്ലിതിനേതുമേ. ഏവം നിയോഗിച്ച നേരം നിശാചരരെ വരും ചെന്നു ലങ്കാപുരം മേവിനാർ. വൃന്ദാരകാരാതിരാവണൻ വാനരവൃന്ദത്തെ എയ്തെയ്തു തള്ളിവിട്ടിടിനാൻ. വാനേന്ദ്രന്മാരഭയം തരികെന്നു മാനവേന്ദ്രൻ കാൽക്കൽ വീണിരന്നിടിനാർ. വില്ലും ശരങ്ങളുമാശു കൈക്കൊണ്ടു കൗസല്യാതനയനും പോരിനൊരുമിച്ചാൻ. വമ്പനായുള്ളോരിവനോടു പോരിനു മുമ്പിലടിയൻ അനുഗ്രഹം നൽകണമെന്നു സൗമിത്രിയും ചെന്നിരന്നിടിനാൻ. മന്നവൻ താനും അരുൾ ചെയ്തിതന്നേരം വൃത്രാരിയും പോരിൽ വിത്രസ്തനായി വരും നക്തഞ്ചരേന്ദ്രനോടേറ്റാൽ അറിയ നീ. മായയുമുണ്ടു നിശാചരർക്കേറ്റവും ന്യായവുമില്ലിവർക്കാർക്കുമൊരിക്കലും. ഹരേ. ധർമ്മത്തിന്റെയും കരുണയുടെയും പ്രതിരൂപമായ ശ്രീരാമനെ ഭജിക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു. രാമാമൃതത്തിൽ മായാവലയങ്ങളിൽ നിന്ന് അകലാൻ രാമനെ ഭജിക്കൂ എന്ന വിഷയമാണ് കഴിഞ്ഞ 26 വർഷങ്ങളായി ഗീതാജ്ഞാന ക്ലാസുകളും ആർട്ട് ഓഫ് ലിവിംഗ് കോഴ്സുകളും നടത്തുന്ന പ്രശസ്ത പ്രഭാഷകനായ സജി യൂസഫ് നിസാൻ നമ്മളോട് സംസാരിക്കുന്നത്. കാണാം രാമാമൃതം. നമസ്കാരം. ഈ രാമായണ മാസത്തിൽ നമ്മൾ തീർച്ചയായിട്ടും കേട്ടിരിക്കേണ്ട അതിമനോഹരമായിട്ടുള്ള ഒരു കഥയാണ് സീതാദേവിയെ കുറിച്ചുള്ള കഥ. അതിമനോഹരമാണ് കേട്ടോ. നമുക്കറിയാം സീതാദേവി ജനിച്ചത് കൊട്ടാരത്തിൽ അല്ലെങ്കിലും വളർന്നത് മുഴുവനും കൊട്ടാരത്തിലാണ്. ഓർമ്മ വെച്ച കാലം മുതൽ സീതാദേവി കൊട്ടാരം മാത്രമേ കണ്ടിട്ടുള്ളൂ. വളർന്നത് കൊട്ടാരത്തിൽ, കല്യാണം കഴിച്ച് പോകുന്നത് കൊട്ടാരത്തിൽ. ആഡംബരമല്ലാതെ മറ്റൊന്നും സീതാദേവി കണ്ടിട്ടില്ല. എപ്പോഴും തോഴിമാർ, അതുപോലത്തെ വസ്ത്രങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഈ ആഡംബരങ്ങൾ മുഴുവനും ഉപേക്ഷിച്ചിട്ട് സീതാദേവിക്ക് കാട്ടിലേക്ക് പോകേണ്ടി വരുന്നത്. കാടും കൊട്ടാരവും തമ്മിലുള്ള വ്യത്യാസം നമ്മളൊന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്ക്. നമുക്കൊരു സാധാരണ വീട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് പോലും കാട്ടിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ചാലഞ്ചാണ്. പക്ഷെ സീതാദേവിക്ക് മനസ്സിലൊരു വിഷമവും തോന്നിയിട്ടില്ല, ഒരു സങ്കടം തോന്നിയിട്ടില്ല, ഒരു നിരാശ തോന്നിയിട്ടില്ല. കാരണം സീതാദേവിയുടെ മനസ്സിൽ ശ്രീരാമൻ മാത്രമായിരുന്നു. കൊട്ടാരത്തിൽ എത്രമാത്രം ആനന്ദത്തിലായിരുന്നോ അത്രയും ആനന്ദത്തിലായിരുന്നു സീതാദേവി കാട്ടിലും. കാരണം മനസ്സിൽ ശ്രീരാമൻ മാത്രം. പക്ഷെ ഈ ആനന്ദം അധികം നാൾ നിലനിന്നില്ല. അപ്പോഴേക്കും മാൻ വന്നു പ്രലോഭിപ്പിക്കാൻ. വന്നതോടുകൂടി പ്രശ്നങ്ങൾ മുഴുവൻ ആരംഭിക്കുകയാണ്. നോക്ക്, നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെ പ്രലോഭനങ്ങൾ വരും. മാൻ പ്രലോഭനത്തിൽ വന്നപ്പോൾ സീതാദേവിക്ക് എന്താ നഷ്ടപ്പെട്ടത്? മാർജൻ വന്നതോടുകൂടി സീതാദേവിയുടെ ഫോക്കസ് ശ്രീരാമനിൽ നിന്നും മാറി മാരീജനിലേക്കായി. ആ ശ്രീരാമനിൽ നിന്നും സീതാദേവിയുടെ ഫോക്കസ് എപ്പോ മാരീജനിലേക്കായോ അതുവരെ സീതാദേവി അനുഭവിച്ചുകൊണ്ടിരുന്ന ആനന്ദവും സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടു. നോക്ക്, നമ്മളുടെ മനസ്സിൽ നിന്നും എപ്പോഴാണോ ദൈവിക ചിന്ത ഇല്ലാണ്ടാവുന്നത്, നമ്മുടെ മനസ്സിൽ നിന്ന് എപ്പോഴാണോ രാമൻ ഇല്ലാണ്ടാവുന്നത്, അപ്പോഴാണ് കേട്ടോ നമ്മളിൽ ദുഃഖം ആരംഭിക്കുന്നത്. ശ്രീരാമനെ മുറുക്കി പിടിക്കേണ്ട ഒരു സമയം കൂടിയാണ്, രാമചിന്തകളെ മുറുക്കി പിടിക്കേണ്ട ഒരു സമയം കൂടിയാണ് രാമായണ മാസം. കാരണം ഒരുപാട് പ്രലോഭനങ്ങൾക്ക് നമ്മളുടെ മനസ്സ് അടിമപ്പെട്ടു പോകുന്ന, നമ്മുടെ മൈൻഡ് വളരെ വീക്കായി പോകുന്ന മാസമാണ് കർക്കിടക മാസം, പന്നമാസം. അവിടെ രാമായണ ചിന്തകൾ ഉണരേണ്ട സമയമാണ്. ഇല്ലെങ്കിൽ ഒരു മാനിലൂടെ സംഭവിച്ചത് നമുക്ക് പല രൂപങ്ങളിൽ സംഭവിക്കും പ്രലോഭനങ്ങൾ. രാമനിലാവട്ടെ ശ്രദ്ധ മുഴുവനും, രാമചിന്തകൾ ഉണരട്ടെ,
സമാധാനവും വർദ്ധിക്കട്ടെ. നമുക്ക് ശരിക്കും ഇതോടൊപ്പം ചേർത്ത് വായിക്കാവുന്ന മറ്റു മനോഹരമായിട്ടൊരു കഥ കൂടിയുണ്ട്. രാവണൻ വധിക്കപ്പെട്ടു എന്ന വാർത്ത മണ്ഡോദരി അറിയുന്നത് കൊട്ടാരത്തിലിരുന്നുകൊണ്ടാണ്. എത്ര വന്നാലും ഭർത്താവാണ്. മണ്ഡോദരി നെഞ്ചു തകർന്നുപോയി. മണ്ഡോദരി ശ്രീരാമനെ ശപിക്കാൻ വേണ്ടിയിട്ട് ആ യുദ്ധക്കളത്തിലേക്ക് ഓടി വരികയാണ്. ശാപവാക്കുകളും മനസ്സിൽ ചൊരിഞ്ഞുകൊണ്ട് ശ്രീരാമനെ ശപിക്കാനായിട്ട് ഓടി വരുന്ന ഒരു രംഗം അതിമനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മണ്ഡോദരി ഇങ്ങനെ ഓടി വരുമ്പോൾ ശ്രീരാമൻ മരിച്ചു കിടക്കുന്ന, വധിക്കപ്പെട്ട് കിടക്കുന്ന നമ്മുടെ രാവണൻ്റെ നേർക്കിങ്ങനെ നോക്കി തലകുനിച്ച് നിൽക്കുകയാണ്. ശ്രീരാമൻ്റെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ കടന്നു പോകുന്നുണ്ട് ആ സമയത്ത്. അപ്പത്തെ തലയിൽ ഒരു തല പണ്ഡിതൻ്റെ തലയാണ്. എന്താ പറയുക, ഒരുപാട് അറിവും ജ്ഞാനവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണല്ലോ ഇവിടെ കിടക്കുന്നത്. രാവണൻ്റെ ശിരസ് എന്ന് പറയുന്നത് ദശമഹാവിദ്യകളാണ്. എത്ര അറിവുകളാണ്! പാണ്ഡിത്യം നിറഞ്ഞു നിൽക്കുന്ന ആ ശിരസിലേക്ക് നോക്കി ശ്രീരാമനിങ്ങനെ നിൽക്കുകയാണ്. ശ്രീരാമനിങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു നിഴലിങ്ങനെ വരുന്നത് ശ്രദ്ധിക്കുന്നത്. ഒരു നിഴൽ, അത് കണ്ടപ്പോൾ തന്നെ ഒരു സ്ത്രീയുടെ നിഴലാണെന്ന് ശ്രീരാമന് മനസ്സിലായി. കുഞ്ഞിങ്ങനെ നിൽക്കുന്ന ശ്രീരാമന് ആ നിഴലിങ്ങനെ ദൃശ്യമാവുകയാണ്. ആ സ്ത്രീയുടെ നിഴൽ തൻ്റെ ശരീരത്തിൽ സ്പർശിക്കുവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമൻ ഒന്ന് പുറകിലേക്ക് നീങ്ങി നിൽക്കുന്നു. മണ്ഡോദരി ഇത് ശ്രദ്ധിക്കുന്നു. ഒരു അന്യ സ്ത്രീയുടെ നിഴല് പോലും ശരീരത്തിൽ സ്പർശിക്കാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം തൻ്റെ സ്വന്തം ഭാര്യയെ, സീതാദേവിയെ എത്രമാത്രം സ്നേഹിച്ചിരിക്കും, എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നിരിക്കും അദ്ദേഹത്തിന് സീതാദേവി എന്ന് മണ്ഡോദരി ഒരു നിമിഷം ചിന്തിച്ചു പോവാണ്. അപ്പോൾ മണ്ഡോദരി വിചാരിക്കുകയാണ്, അത്രയും പ്രിയപ്പെട്ട തൻ്റെ പത്നിയെ മറ്റൊരാൾ അപഹരിച്ചാൽ അത്രയധികം സ്നേഹിക്കുന്ന ഒരാൾ അയാളെ വധിക്കാതിരിക്കുമോ? ആ നിമിഷം മണ്ഡോദരിക്ക് ശ്രീരാമനോട് ക്ഷമിക്കാൻ സാധിക്കുകയാണ്. ശാപവാക്കുകൾ ഒഴിഞ്ഞു പോവുകയാണ്. ഇതൊരു മനോഹരമായ ദൃശ്യം തന്നെയാണ് രാമായണത്തിൽ. നമുക്കെപ്പോഴും ഇത്തരം കഥകൾ പുതിയ തലമുറക്ക് പഴഞ്ചനായിട്ട് അനുഭവപ്പെടും. പക്ഷെ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്തരം കഥകളും ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രസക്തമാണെന്നും അതൊക്കെ നമ്മുടെ സ്വഭാവത്തിൻ്റെ മാറ്റത്തിനും നമ്മളുടെ ജീവിതത്തിലെ അച്ചടക്കത്തിനും എത്രമാത്രം ഗുണം ചെയ്യുമെന്നും പതറിപ്പോകുന്ന അവസരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളെ നേരിടാൻ എന്തുമാത്രം കരുത്ത് നൽകുന്നതാണ് ഇത്തരം കഥകളെന്ന് അത് കൂടുതൽ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും ഇതൊന്നും ഒരിക്കലും കാലഹരണപ്പെട്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ എപ്പോഴും പുതുമയോടുകൂടി തന്നെ നിലനിൽക്കുന്നു. വായിക്കുക, കൂടുതൽ മനസ്സിലാക്കുക. നമസ്കാരം. രാമനാമം മനസ്സിനെ ശുദ്ധീകരിക്കുകയും ധർമ്മത്തിന്റെ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ലോകമോഹങ്ങളുടെ മായയെ അതിജീവിക്കാൻ ശ്രീരാമസ്മരണയാണ് ഏറ്റവും വലിയ ആശ്രയം. രാമാമൃതത്തിൽ മോഹൻജി ഫൗണ്ടേഷൻ അധ്യക്ഷൻ മോഹൻജി നമ്മളോട് സംസാരിക്കുന്നത്. കാണാം രാമാമൃതം. ജയ് ശ്രീറാം. രാമായണ മാസം തുടങ്ങുന്നു. ഈ രാമായണ മാസത്തിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു കഥ പറയാം. ഈ കഥ എവിടെ നിന്ന് വന്നാണെന്നറിയില്ല. എന്നോട് വേറൊരു ഗുരുനാഥൻ പറഞ്ഞ ഒരു കഥയാണ്. അദ്ദേഹം കാഷ്വലായി സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കഥയാണ്. വാൽമീകി രാമായണം രചിച്ചു. അദ്ദേഹത്തിന് അതിൽ വലിയൊരു അനുഭൂതി, നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. അതെല്ലാം എഴുതി എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ അഭിമാനം തോന്നി. ഒരിക്കൽ നാരദ മഹർഷി അതുവഴി വന്നപ്പോൾ വാൽമീകി പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അങ്ങ് അതൊന്ന് നോക്കണം. അപ്പോൾ നാരദ മഹർഷി അത് നോക്കിയിട്ട് പറഞ്ഞു, നന്നായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇത് തന്നെ ഇതിലും നന്നായ ഒരു വേർഷൻ കുറച്ച് മുന്നേ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇതാരെഴുതി, എവിടെ കണ്ടു? അപ്പോൾ പറഞ്ഞു, ഞാൻ കദലീവനം വഴി പോയപ്പോൾ ഹനുമാനെ കണ്ടു. ഹനുമാൻ അവിടെ എഴുതിയിട്ടുള്ള രാമായണവും ഞാൻ വായിച്ചു. അത് ഒരു വ്യക്തിക്ക് തരുന്ന അനുഭൂതി ലയനത്തിൻ്റെ അനുഭൂതിയാണ്. പൂർണ്ണമായിട്ടും രാമനിൽ ലയിച്ച ഒരു അനുഭൂതിയാണ്. ആ അനുഭൂതി അങ്ങയുടെ വർക്കിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വാൽമീകിക്ക് അത് കാണണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അദ്ദേഹം അവിടെ പോയി
ഹനുമാൻജിയെ കണ്ടു. എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, അങ്ങ് എവിടെയാണ് ഇതൊക്കെ എഴുതിയത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല. എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങൾ ഞാൻ ഓരോ ചെടിയുടെ ഇലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വാൽമീകി നടന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ ഓരോ ചെടിയുടെ ഇലയിലും അദ്ദേഹം ഓരോ കാവ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് വാൽമീകി വായിച്ചപ്പോൾ അത്ഭുതം തോന്നി. കാരണം അതിൽ അനുഭവത്തിൻ്റെ ഒരു അംശമുണ്ട്. ആ അനുഭവത്തിൻ്റെ ഒരു ഫീലിംഗ് വളരെയധികമുണ്ട്. മാത്രമല്ല, അത് വായിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി അതിൽ ലയിച്ച ഒരു അനുഭവം ഉണ്ടാവുന്നുണ്ട്. അത് കണ്ടപ്പോൾ വാൽമീകിക്ക് വല്ലാതെ വിഷമം തോന്നി. ഞാൻ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടി ഇതെല്ലാം എഴുതിയത്? ഇതിൻ്റെ ശക്തിയില്ല, അനുഭവത്തിൻ്റെ ശക്തിയില്ല. എന്നിട്ട് അദ്ദേഹം അത് നോക്കി ഒരു മരത്തിൻ്റെ താഴ്ത്തിയിരുന്ന് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഹനുമാൻ അവിടെ വന്നു. അപ്പോൾ വാൽമീകിയോട് ചോദിച്ചു, അങ്ങ് എന്താ ദുഃഖിച്ചിരിക്കുന്നത്? അപ്പോൾ വാൽമീകി പറഞ്ഞു, ഞാൻ എഴുതിയിട്ടുണ്ട് ഇത് തന്നെ, പക്ഷേ അങ്ങ് എഴുതിയതിൻ്റെ ഒരു അംശം പോലും അതിൽ വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ദുഃഖിച്ചിരിക്കുന്നത്. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, അങ്ങ് എഴുതിയത് ലോകത്തിന് വേണ്ടിയാണ്, അത് ലോകത്തിന് ഉപകാരം ചെയ്യും, അത് ലോകത്തിലെത്തണം. എന്നിട്ട് അദ്ദേഹം എഴുതിയത് മുഴുവൻ കീറിക്കളഞ്ഞു. എല്ലാ ചെടിയുടെ ഇലയും എഴുതി വെച്ചതൊക്കെ കീറിക്കളഞ്ഞു. അപ്പോൾ വാൽമീകി ചോദിച്ചു, ഇതെന്തിനാണ് അങ്ങനെ ചെയ്തത്? ഞാൻ എഴുതിയത് എനിക്ക് വേണ്ടിയാണ്. എൻ്റെ മനസ്സിലുള്ള വികാരങ്ങളും വിചാരങ്ങളും ഞാൻ എഴുതിയതാണ്. അങ്ങ് എഴുതിയത് ലോകത്തിന് വേണ്ടിയാണ്. അത് ലോകം കാണണം, ലോകം അനുഭവിക്കണം, ലോകത്തിന് മാർഗദർശനവും വരണം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അനുഭവമാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. ശ്രീരാമനെ നമുക്ക് മറക്കാൻ പറ്റില്ല. ഒരുപാട് പരീക്ഷണങ്ങൾ കൂടെ പോയി. ജീവിതത്തിൻ്റെ തുടക്കം മുതൽ എടുത്തു കഴിഞ്ഞാൽ ശ്രീരാമൻ്റെ അവസാന കാലം വരെ, അതായത് അവതാരം അവസാനിപ്പിക്കുന്ന കാലം വരെ ഒരുപാട് പരീക്ഷണങ്ങളിൽ കൂടെ പോയി, ബുദ്ധിമുട്ടുകളിൽ കൂടെ പോയി. എന്നാലും അദ്ദേഹം ധർമ്മം വിട്ടില്ല. മര്യാദ പുരുഷോത്തമനായി അദ്ദേഹം ആ ധർമ്മം പരിപാലിച്ച് അവിടെ തന്നെ നിന്നു. അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. ശ്രീരാമൻ്റെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ ആ ഒരു സ്റ്റെബിലിറ്റി അദ്ദേഹം പ്രദർശിപ്പിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം നമ്മൾ അവതാര പുരുഷനായി കാണുന്നതും ആദരിക്കപ്പെടുന്നതും എല്ലാം. മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം എടുത്തിട്ടുള്ള തീരുമാനങ്ങളും അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്ത ആ രീതികളും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതിൽ സന്തുലിതാവസ്ഥ കാണാം, അതായത് ഇക്വിലിബ്രിയം കാണാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് എപ്പോഴും സ്റ്റേബിളായിരുന്നു. അതുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങളിൽ വികാരങ്ങളുടെയോ വിചാരങ്ങളുടെയോ ഇൻഫ്ലുവൻസ് ഇല്ലായിരുന്നു. എല്ലാ കാര്യത്തിലും കാണാം. അതുകൊണ്ടാണ് ശ്രീരാമൻ്റെ പ്രസക്തി. മാത്രമല്ല, രാവണനും വളരെ പ്രസക്തിയുണ്ട്. കാരണം രാവണനാണ് രാമായണത്തിൻ്റെ ഒരു കോഴ്സ് തന്നെ, അല്ലെങ്കിൽ ഒരു ട്രാക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ വന്നു പോകുന്ന എല്ലാവർക്കും പ്രസക്തിയുണ്ട്. ആ കഥയിൽ പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും പ്രസക്തിയുണ്ട്. അതിൽ ഭക്തി എന്ന് പറഞ്ഞാൽ ഹനുമാൻ്റെ പോലെ ഭക്തി വേണം. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ്റെ പോലത്തെ സ്റ്റെബിലിറ്റി വേണം. അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും രാമൻ എല്ലാത്തിൽ നിന്നും ഉയർന്നു നിൽക്കും. രാമൻ ഭാരതത്തിൻ്റെ, അല്ലെങ്കിൽ ഭാരതം എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ചിന്തയുടെ, അല്ലെങ്കിൽ അതിൻ്റെ ആ ധാർമ്മിക വശത്തിൻ്റെ പ്രതീകമാണ്. ധർമ്മത്തിലധിഷ്ഠിതമായി എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരും കൂടിച്ചേർന്ന് ആർക്കും പ്രത്യേകിച്ചൊരു പ്രത്യേകതയോ അല്ലെങ്കിൽ ഒരു മോശമോ വരാണ്ട് അത് പരിപാലിച്ച് ജീവിക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഭരിക്കാൻ സാധിക്കുന്ന ഒരു സംസ്കാരം, അതിൻ്റെ പ്രതീകമാണ് ശ്രീരാമൻ. ശ്രീരാമന് എന്നും പ്രസക്തി ഉണ്ടാവും, എപ്പോഴും പ്രസക്തി ഉണ്ടാവും. അത് അദ്ദേഹത്തിൻ്റെ പ്രസക്തി എല്ലാവരിലും എത്തണം. പാഞ്ചജന്യം ഭാരതത്തിൻ്റെ കൂട്ടായ്മയുടെ ഈ ഒരു അറ്റംപ്റ്റ് വളരെ ശ്ലാഘനീയമാണ്. അത് ഒരുപാട് സ്ഥലത്ത് എത്തണം. മാത്രമല്ല, പല കാര്യങ്ങളിലും നമുക്ക് പ്രചോദനം മാത്രമല്ല, ഗൈഡ് ലൈൻ, റോഡ് മാപ്പ് വരെ രാമായണത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ രാമായണവും എല്ലായിടത്തും എത്തണം. വെറുതെ കഥ വായിക്കലല്ല, ആ കഥയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പല സത്യങ്ങളുണ്ട്. അത് ശ്രീരാമൻ വളരെ ശക്തനാണ്, അദ്ദേഹം അവതാര പുരുഷനാണ്. എങ്കിലും അദ്ദേഹം വാനരസേനയെ ഡിപ്പെൻഡ് ചെയ്തു, അദ്ദേഹം ഈ യുദ്ധം ജയിക്കാനും എല്ലാം. അത് അവരെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്കും കൂടെ ശക്തി പകർന്നു കൊടുക്കുന്നതാണ്. ഹനുമാൻജിയുടെ അഷ്ടസിദ്ധിയും നവനിധിയും ഒക്കെ വന്നത് ശ്രീരാമൻ എന്നാണ്. ശ്രീരാമൻ്റെ പ്രസൻസാണ് ഹനുമാൻജിയുടെ ശക്തി. അദ്ദേഹത്തിൻ്റെ ഓരോ സ്പന്ദനത്തിലും
രാമനാമം ഉണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭക്തി എങ്ങനെ വേണം, കണക്ഷൻ എങ്ങനെ വേണം, കണക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഉന്നതി, അഷ്ടസിദ്ധി നവനിധിയൊക്കെ പോലെ പല പല ലെവലിലേക്ക് ഉയരുന്ന സ്റ്റേച്ചർ എല്ലാം ആ റൈറ്റ് കണക്ഷൻ എന്ന് വരും. ആ കണക്ഷനെ കുറിച്ചിട്ടും രാമായണം പ്രതിപാദിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എങ്കിലും ഈ രാമായണം ഒരു എക്സ്പ്ലോറേറ്റീവ് ആയിട്ടുള്ള പുസ്തകമാണ്. അത് മനനം ചെയ്യണം, കണ്ടംപ്ലേറ്റ് ചെയ്യണം. എന്നാലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് കൂടുതൽ കൂടുതൽ മുത്തുകൾ കിട്ടുകയുള്ളൂ. മാത്രമല്ല, ഓരോരുത്തരുടെ വ്യക്തികൾ ആ കഥ വായിച്ചിട്ട് അങ്ങനെ വിടരുത്. അതിൻ്റെ ഉള്ളിലൊരു കാര്യമുണ്ട്. ഒരു കാര്യം എടുക്കുക, രാവണൻ. അദ്ദേഹം പരമശിവനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുള്ള ആളാണ്, ചെറിയ ഒരാളൊന്നുമല്ല. അപ്പോൾ ശ്രീരാമൻ്റെ ഒരു ഒപ്പോണൻ്റായിട്ട് വന്നൊരു വ്യക്തി പരമശിവനെ പ്രത്യക്ഷപ്പെടുത്തി വരം മേടിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ആലോചിച്ച് നോക്കണം, ഒരു സബ്സ്റ്റാൻഷ്യൽ എനിമിയാണ്, അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ ഒപ്പോണൻ്റാണ്. എനിമി എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ രാവണന് ഒരു കാര്യം അറിയായിരുന്നു, ശ്രീരാമൻ അവതാരമാണ്. അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് വധിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ മരിച്ചാൽ സ്വർഗരാജ്യം അല്ലെങ്കിൽ വൈകുണ്ഠം ഉറപ്പാണ്. അതും രാവണൻ അറിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ക്ലാരിറ്റി ഉണ്ട്, ഓരോരുത്തർക്കും അറിവുണ്ട്. അവരുടെ അറിവിന് പല പല അതിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയാവണം എങ്ങനെയാവണ്ട അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. പക്ഷേ എല്ലാവർക്കും പ്രസക്തിയുണ്ട്. അതാണ് നമ്മൾ ഈ രാമായണ മാസത്തിൽ ഈ സമയത്ത് നമ്മൾ അറിയേണ്ടതും അറിയിക്കേണ്ടതും, മറ്റുള്ളവരെ അറിയിക്കേണ്ടതും. എല്ലാവർക്കും നല്ല ഒരു രാമായണ മാസം ഞാൻ ആശംസിക്കുന്നു. മാത്രമല്ല, ഈ പാഞ്ചജന്യം ഭാരതം കൂട്ടായ്മ ഒരുപാട് പുതിയ കാര്യങ്ങളും നല്ല കാര്യങ്ങളും അതിന് ചെയ്യാനുള്ള ശക്തി ഉണ്ടാവട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. ഇത് മോഹൻജിയാണ്. വളരെ സന്തോഷം. ജയ് ശ്രീറാം. സീതാപതി രാമചന്ദ്ര കി ജയ് എന്നത് പ്രശസ്തമായ ഒരു ഭജനാണ്. സ്വാമി ഹരിദാസ് ഗിരി രചിച്ച് ആലപിച്ച ഈ ഭക്തിഗാനം നമുക്കായി ഇവിടെ ആലപിക്കുന്നത് പാർവതിജി. കാണാം രാമാനന്ദം. सियापति रामचंद्र के, राधापति कृष्ण चंद्र के, गौरीपति चंद्रचूड के, पवन सुत हनुमान के, तपोवन नानानंद के, तपोवन नानानंद के, तपोवन नानानंद के। सियापति रामचंद्र के जय, राधापति कृष्ण चंद्र के जय, गौरीपति चंद्रचूड के जय, पवन सुत हनुमान के जय, तपोवन नानानंद की जय, तपोवन नानानंद की जय, तपोवन नानानंद की। भाव भक्ति का भूखा सारे जोग जुगत नहीं पावे, भाव भक्ति का भूखा सारे जोग जुगत नहीं पावे। भक्त भूल गए राम दीवानी निज पद को देवे, भक्त भूल गए राम दीवानी निज पद को देवे। सियापति रामचंद्र की जय, राधापति कृष्ण चंद्र की जय, गौरीपति चंद्रचूड की जय, पवन सुत हनुमान की जय, तपोवन नानानंद की जय, तपोवन नानानंद की जय, तपोवन नानानंद की। व्याध कौन आजार के ज्ञाता, ध्रुव की उम्र थोड़ी, व्याध कौन आजार के ज्ञाता, ध्रुव की उम्र थोड़ी। कहा गजेंद्र पढ़ाता विद्या, रात विदुर की कड़वी, कहा गजेंद्र पढ़ाता विद्या, रात विदुर की कड़वी। सियापति रामचंद्र की जय, राधापति कृष्ण चंद्र की जय, गौरीपति चंद्रचूड की जय, पवन सुत हनुमान की जय, तपोवन नानानंद की जय, तपोवन नानानंद की जय, तपोवन नानानंद की। क्या मर्द में उग्रसेन की, क्या मर्द में उग्रसेन की सूरत, क्या
कहत कबीर सुन भाई साधो राम मिलत है भक्ति कहत कबीर सुन भाई साधो राम मिलत है भक्ति जंदर मंदर लटपट से नहीं राम भजन से मुक्ति जंदर मंदर लटपट से नहीं राम भजन से मुक्ति सियापति रामचंद्र की जय राधापति कृष्ण चंद्र की जय गौरीपति चंद्रचूड़ की जय पवन सुत हनुमान की जय तपोवन नानानंद की जय तपोवन नानानंद की जय तपोवन नानानंद की सीताराम राजा राम 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 ശ്രീരാമസാഗരത്തിൽ നാളെ യുദ്ധകാന്ഡം ഔഷധഹരണയാത്ര. രാവണപുത്രനായ ഇന്ദ്രജിത്തിന്റെ അസ്ത്രപ്രയോഗത്തിൽ ലക്ഷ്മണനും വാനരവീരന്മാരും ഗുരുതര പരിക്കുകളോടെ ബോധമറ്റ് വീഴുമ്പോൾ മൃതസഞ്ജീവനി അന്വേഷിച്ച് ഹനുമാൻ ഹിമാലയത്തിലേക്ക് പുറപ്പെടുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.